പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്ന് മാതൃഭൂമി പത്രം എടുത്തു നോക്കിയപ്പോൾ അതിലൊരു ചെറിയ വാർത്ത കണ്ടു. ശവ്വാൽ മാസപ്പിറവി അറിയിക്കണം, അതായിരുന്നു ആ വാർത്ത. ഈ വാർത്ത കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. ഈ മനുഷ്യർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി പല ഉപാധികളും സ്വീകരിച്ചിരുന്നു, പല ഉപകരണങ്ങളും അവർ ഉണ്ടാക്കിയിരുന്നു, അത് ഉപയോഗിച്ചിരുന്നു. എന്നാൽ കാലം മുന്നോട്ട് പോകവേ, വർഷങ്ങൾ മുന്നോട്ട് പോകവേ മനുഷ്യൻ്റെ അറിവ് വർദ്ധിക്കുകയുണ്ടായി. അങ്ങനെ ആ അറിവ് വർദ്ധിച്ചപ്പോൾ അവൻ ഇത്തരം ഉപാധികൾ പരിഷ്കരിക്കുകയുണ്ടായി, ഉപകരണങ്ങൾ പരിഷ്കരിക്കുകയുണ്ടായി, ആധുനികമായ ഉപകരണങ്ങൾ കണ്ടുപിടിച്ചു പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി. അപ്പോഴെന്തുണ്ടായി? ആ പഴയ ഉപകരണങ്ങളൊന്നും ഉപാധികളൊന്നും ആവശ്യമില്ലാതെ വന്നു. എന്നാൽ മതത്തെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം അത്തരം ഉപാധികൾ അവർ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. മനുഷ്യർ, വിശ്വാസികൾ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായിരുന്ന ഉപാധികൾ തന്നെയാണ് അവരിപ്പോഴും പിന്തുടർന്നുകൊണ്ടിരിക്കുക. അതിന് ഞാൻ ഒരു ഉദാഹരണം പറയാം. കുറച്ച് മുമ്പ് ഞാൻ ഒരു കല്യാണ നിശ്ചയത്തിന് പങ്കെടുത്തിരുന്നു, ഹിന്ദുമതക്കാരുടെ. ആ കല്യാണ നിശ്ചയം നടക്കുന്നത് ഒരു ഹാളിലാണ്. ഹാളിലൊരു സ്റ്റേജുണ്ട്. ആ സ്റ്റേജിൻ്റെ മുകളിലാണ് ഈ കാരണവന്മാരൊക്കെ ഇരുന്ന്, ഒരു ജ്യോത്സ്യനുമുണ്ട്. നല്ല ദിവസം നോക്കുകയാണ്, കല്യാണത്തിനുള്ള നല്ല ദിവസം നോക്കുകയാണ്. നല്ല പകലാണ്, ഉച്ച സമയമാണ്, മെയ് മാസത്തെ ഉച്ച സമയമാണ്. ആ സമയത്ത് എല്ലാവരും നിലത്താണ് ഇരിക്കുന്നത്. കസേരയൊക്കെ ഉണ്ടായിട്ടും അവരത് ഉപയോഗിക്കാതെ നിലത്തിരിക്കുകയാണ്. അപ്പോൾ ഫാൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരു നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ നിലവിളക്ക് കെട്ടു. അപ്പോൾ ആരോ പറഞ്ഞു ഇത് ഫാനിൻ്റെ ശല്യമാണ്, അതുകൊണ്ട് ഫാൻ ഓഫാക്കണം എന്ന് പറഞ്ഞു. ഫാൻ ഓഫാക്കി. അപ്പോൾ എന്താ സംഭവം? എന്തുണ്ടായി? ഫാൻ ഓഫാക്കിയപ്പോൾ ആകെ ചൂടായില്ലേ? വേനൽക്കാലമല്ലേ, വേർത്തൊഴുകാൻ തുടങ്ങി. അതൊന്നും അവർക്ക് പ്രശ്നമല്ല. നിലവിളക്ക് എത്തിച്ച് ആചാരം സംരക്ഷിക്കണം. ഇതാണ് ആചാരങ്ങളുടെയൊക്കെ പ്രശ്നം. ഈ ആചാരങ്ങൾക്ക് വേണ്ടി എന്ത് ബുദ്ധിമുട്ട് സഹിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരം യുക്തിരാഹിത്യം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളിലും കാണാൻ കഴിയും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ശവ്വാൽ മാസപ്പിറവി അറിയിക്കണം എന്ന് പറഞ്ഞതിലും ഇതേ ആചാരമാണ് കാണുന്നത്, അല്ലെങ്കിൽ യുക്തിരാഹിത്യമാണ് കാണുന്നത്. ശവ്വാൽ മാസം എന്ന് പറയുന്നത് നമുക്ക് പൊതുവെ അറിയാം, റംസാൻ മാസം കഴിഞ്ഞാൽ വരുന്ന മാസമാണ് ശവ്വാൽ. ആ ശവ്വാൽ 1-ാം തീയതിയാണ് ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ 1-ാം തീയതി എങ്ങനെ അറിയും? അങ്ങനെ അറിയണമെങ്കിൽ മതത്തെ സംബന്ധിച്ചിടത്തോളം കലണ്ടറും നോക്കിയാൽ പോരാ, ആകാശത്തേക്ക് ഈ ചന്ദ്രക്കല കാണണം. കറുത്ത വാവ് കഴിഞ്ഞ ആദ്യത്തെ ദിവസം ചന്ദ്രക്കല ആകാശത്ത് വളരെ നേരിയ രീതിയിൽ ഒരു അരിവാളിൻ്റെ ഒരു പോലുള്ള ഒരു കാണാൻ കഴിയും. അത് കണ്ടാൽ മാസപ്പിറവിയായി, അതായത് ശവ്വാൽ മാസമായി. അപ്പോഴേ അവർ വിശ്വസിക്കുള്ളത്. അങ്ങനെയാണ് ഈ മാസം കണ്ടു എന്ന് പറഞ്ഞിട്ടൊക്കെ പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഇപ്പോൾ ഈ പ്രാവശ്യം ഗൾഫിൽ നാളെയാണ് എന്ന് പറയുന്നുണ്ട്, കേരളത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ മാസം കാണുക എന്ന് പറയുന്നത് എന്തിനാണ് ഈ ആകാശത്തേക്ക് ഈ ചന്ദ്രനെ നോക്കേണ്ട കാര്യം? 6-ാം നൂറ്റാണ്ടിൽ അറബിയിലുള്ള ജനങ്ങൾക്ക് ഈ മാസവും ആഴ്ചയൊക്കെ കണക്കാക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ വേണ്ടിയിരുന്നു. ആകാശത്തേക്ക് ചന്ദ്രൻ്റെ വരവും പോക്കും പരിക്രമണമൊക്കെ നോക്കേണ്ടിയിരുന്നു. അന്നത് ആവശ്യമായിരിക്കാം. പക്ഷെ പിന്നീട് കലണ്ടറുകൾ കണ്ടുപിടിച്ച് വാച്ച്, അങ്ങനെ എന്തെല്ലാം ഉപാധികളുണ്ട്, ആധുനികമായ പല ഉപകരണങ്ങളുണ്ട്. അപ്പോൾ 1-ാം തീയതി എന്താണെന്ന് മനുഷ്യർക്ക് ആദ്യമേ അറിയാം. ഒരു 100 കൊല്ലം കഴിഞ്ഞാലും ഉണ്ടാകുന്ന തീയതികളൊക്കെ ഇന്നേ മനുഷ്യന് അറിയാൻ കഴിയും, കലണ്ടറിൽ ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെയുള്ളൊരു കാലത്താണ് ഇവർ ആകാശത്തേക്ക് നോക്കുന്നത്. ചന്ദ്രൻ ഇങ്ങനെ വന്നോ. എന്തൊരു യുക്തിരാഹിത്യം എന്ന് ആലോചിച്ച് നോക്കൂ. അതാണ് മതങ്ങളുടെ ആചാരങ്ങളും വിശ്വാസങ്ങളും എന്ന് പറഞ്ഞാൽ യുക്തിയില്ലാത്തതാണ്. അതുകൊണ്ട് പല വിഷമങ്ങളും അവർക്ക് തന്നെ അനുഭവിക്കേണ്ടി വരുന്നുണ്ടാവും. അതിൻ്റെ ഒന്നും യഥാർത്ഥത്തിൽ അതിൻ്റെ ആവശ്യമില്ല, അല്ലേ? എന്തിനാണ് ആകാശത്തേക്ക് നോക്കേണ്ട കാര്യം? ചന്ദ്രൻ ഉദിച്ചോ, ചന്ദ്രൻ അവിടെ കണ്ടോ? നല്ല മഴയാണെങ്കിൽ, നല്ല മഴക്കാറുള്ള കാലമാണെങ്കിലൊന്നും ചന്ദ്രനെ കണ്ടു എന്ന് വരില്ല. അതിൻ്റെ ആവശ്യമില്ലല്ലോ.
1-ാം തീയതിയാണ് എത്ര വെള്ളിയാഴ്ചയാണോ ശനിയാഴ്ചയാണോ 1-ാം തീയതി എന്നുള്ളതൊക്കെ കലണ്ടർ നോക്കിയാൽ അറിയാൻ കഴിയും. മുൻകൂട്ടി തന്നെ പിന്നെ അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യാൻ കഴിയും. അതൊന്നും നോക്കാതെ ഇത്തരത്തിലുള്ള വിഡ്ഢിത്തങ്ങളും അസംബന്ധങ്ങളും ചെയ്യുക എന്നുള്ളത് മതത്തിൻ്റെ സ്വഭാവമാണ്. ശാസ്ത്രബോധം ഇല്ലാതാക്കുക എന്നുള്ളതാണ് മതങ്ങളുടെ പ്രധാനപ്പെട്ട ദൗത്യം. ഇത് പറയാനാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇത് കേട്ട നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.